ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു 500cc വണ്ടി. 500cc വണ്ടി UC വണ്ടിയിൽ വരുന്ന FI വണ്ടി വരുന്ന 500cc ആണ് വരുന്ന UC. ഇത് ഞാൻ കാണിക്കുന്ന ഫസ്റ്റ് കാണിക്കുന്ന വണ്ടി 500cc CA എഞ്ചിനാണ്, പഴയ മോഡൽ എഞ്ചിൻ വരുന്നത്. ഇതൊരു 500cc ആണ്. ഇതിന്റെ വീഡിയോ അടുത്തതിൽ ചെയ്യാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിസൈഡ് സ്റ്റോമിൽ വരുന്ന 2013-14 വന്നിട്ടുള്ള ഡിസൈഡ് സ്റ്റോം വണ്ടി. ഫസ്റ്റ് വന്നിട്ടുള്ള വലിയൊരു സംഭവമായിരുന്നു അന്നൊക്കെ ഈ ഒരു വണ്ടി. 500cc സ്റ്റാൻഡേർഡ് സീറ്റാണ് നമ്മൾ ചെയ്തേക്കുന്നത്. കുറച്ച് കംഫർട്ട് റൈഡിങ്ങിന് വേണ്ടി കസ്റ്റമർ പറഞ്ഞിട്ട് കുറെ മുന്നേ ചെയ്താട്ടോ. അതൊക്കെ ഒരു 10 വർഷത്തോളം ആയിട്ടുണ്ടാവും സീറ്റ് ചെയ്തിട്ട്. അപ്പോൾ നിലവിൽ ഇപ്പം സാധാരണ രീതിയിൽ 500cc എന്ന വണ്ടി ഭൂരിപക്ഷം വണ്ടി 90% വണ്ടി ഇപ്പൊ കാർബറേറ്ററിലായിരിക്കും ഓടുന്നുണ്ടാവുക. കാരണം അത് ആ ഒരു സമയത്ത് നമ്മൾ FI ഇറങ്ങിയ സമയത്ത് വലിയൊരു വിഷയം ഉണ്ടായിരുന്നു. കാരണം ഫ്യൂൽ ഇഞ്ചക്ഷൻ സംബന്ധമായിട്ട് ECM സംബന്ധമായിട്ടും വർക്ക് അറിയാത്ത മെക്കാനിക്സ് ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഷോറൂമിൽ മാത്രം എത്തിച്ചാൽ മാത്രം അവർക്ക് ചെയ്യാവുന്ന ഒരു വർക്കായിരുന്നു. അതുകൊണ്ട് തന്നെ വാറണ്ടി പീരീഡ് കഴിഞ്ഞ വണ്ടികൾക്കൊന്നും സാധാരണ രീതിയിൽ ലോക്കൽ വർക്ക്ഷോപ്പ് പോയി കഴിഞ്ഞാൽ അവർക്ക് സാധാരണ ഇപ്പം മെക്കാനിക്സിന് ഇതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതാവുകയും അതിന് തൽഫലമായിട്ട് വീണ്ടും പ്രശ്നങ്ങൾ, കാരണം ഇതിന്റെ ഒരു കംപ്ലൈൻസ് ആയിട്ടല്ല, വീണ്ടും പ്രശ്നങ്ങൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ പറയും നമുക്ക് കാർബറേറ്ററിലേക്ക് മാറ്റാം, വണ്ടി ഓടിക്കണമല്ലോ, നമുക്ക് കാർബറേറ്ററിലേക്ക് മാറ്റാം. കാർബറേറ്ററിലേക്ക് മാറ്റിയിട്ട് ഓടിക്കുന്ന വണ്ടികളാണ് ഇപ്പോൾ ഉള്ളത്, കൂടുതലായിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ അടുത്ത് നമ്മളെടുത്ത് വന്ന വണ്ടികൾ സർവീസ് ചെയ്യുന്ന വണ്ടികളൊന്നും തന്നെ ഒരു വണ്ടിയും തന്നെ കാർബറേറ്ററിലേക്ക് ആക്കിയിട്ടില്ല. അപ്പോൾ കാർബറേറ്ററിലാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് പിന്നെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിലവിൽ ഈ ഒരു വണ്ടി നമ്മളെടുത്ത് വർഷങ്ങളായിട്ട്, എനിക്ക് ഒന്ന് 10 വർഷത്തോളമായി നമ്മുടെ അടുത്ത് തന്നെ സർവീസിന് വരുന്നത്. അപ്പൊ ഈ വണ്ടി നോക്കുക, ഇപ്പോഴും FI തന്നെയാണ്, യാതൊരു കാര്യങ്ങളും ഒരു സംഗതികളും മാറ്റിയിട്ടില്ല. വണ്ടി ഇപ്പോഴും ആ ഒരു വൃത്തിയിൽ കുറച്ച് എഞ്ചിൻ ഭാഗങ്ങൾ ബഫിങ്ങിന് ഒരു വൃത്തിയുടെ ഒന്ന് വാട്ടർ സർവീസ് ചെയ്ത് എപ്പോഴും കുത്തം പോലെ തന്നെ കിടക്കുന്ന വണ്ടി. അപ്പൊ കസ്റ്റമർ ഇപ്പോഴും ഒരു വണ്ടി മാറ്റുന്ന കുറിച്ച് ചിന്തിക്കാത്തൊരവസ്ഥ എന്ന് വെച്ചാൽ 500cc വണ്ടി ഓടിച്ചവർക്ക് ഒരു 350cc വണ്ടിയിലേക്ക് പോവാന്ന് പറഞ്ഞാൽ നടക്കില്ല. പിന്നെ രണ്ടാമത് ഇപ്പോൾ വരുന്ന 650cc എന്നുള്ള വണ്ടിയിലാണ് വരുന്നത്. 650cc വണ്ടി അറിയാം ഓവർ പ്രൈസ്ഡ് ആണ്. മാത്രമല്ല ഓവർ പ്രൈസ്ഡ് എന്താ പറയില്ല, കമ്പാരിറ്റീവ്ലി 5 ലക്ഷം റുപ്യൻ്റെ അടുത്ത് വില വരുന്നല്ല 500cc ഒക്കെ എടുക്കണമെങ്കിൽ. 500 4 ലക്ഷം 4ന്റെ മുകളിലൊക്കെ മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയലിന് വില 5ന്റെ അടുത്ത് വരും. അപ്പൊ ഇപ്പം മാത്രമല്ല ട്വിൻ സിലിണ്ടറാണ്, നല്ല വെയിറ്റുമാണ് വണ്ടി കൊണ്ട് നടക്കാറിന കുറച്ച് വെയിറ്റ് ഉള്ള വണ്ടിയും കൂടാണ്. മാത്രം ഇതാകുമ്പോൾ CA എഞ്ചിനിൽ കറക്റ്റ് നമുക്ക് ഒരു വേണ്ട രീതിയിൽ കൊണ്ടെടുക്കാൻ പറ്റിയ ഒരു ബുള്ളറ്റിന്റെ അതേ ഒരു വെയിറ്റ് മാത്രമേ വണ്ടിക്ക് വരുന്നുള്ളൂ. മാത്രമല്ല അത്യാവശ്യം വേണ്ട പവറുകളെല്ലാം തന്നെ ഈ വണ്ടിക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പൊ 500cc കാരണം BS4 BS3 വരുന്നുണ്ട്. കാരണം ഇതിൽ വരുന്ന ECM പറഞ്ഞാൽ സാധാരണ ഗതിയിൽ കംപ്ലൈന്റ് ആവാത്തൊരു ECM ആണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. ബ്രാൻഡഡ് ECM ആയിരുന്നു, കെയിന്റെ ECM ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിക്ക് ECM റിലേറ്റഡ് കംപ്ലൈന്റ് വരിക എന്നുള്ള മെക്കാനിക്സിന്റെ പ്രശ്നം കൊണ്ട് മാത്രമേ വരാറുള്ളൂ. സാധാരണ നോർമലി ഒരു വണ്ടിന്റെ ECM അടിച്ചു പോയതായിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഉള്ളവരൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ചില ആളുകൾ വിളിച്ചിട്ട് ECM പോയി ECM കംപ്ലൈന്റ് ആയെന്നൊക്കെ പറയുന്നത് കേൾക്കാം. പക്ഷെ എന്തോ നിലവില് ആ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിലവിലല്ല, ഞാൻ പ്രശ്നമായി തോന്നുന്നില്ല. നമ്മുടെ അടുത്ത് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല കേട്ടോ. ശ്രദ്ധ പെട്ടെന്ന് മാറിപ്പോയി. നമ്മുടെ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. നോക്കാം, MIL തെളിയുന്നുണ്ട്. ഓക്കെ ഇഞ്ചക്ഷൻ. അപ്പൊ ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും കറക്റ്റ് ആയി വർക്കിംഗ് ഉണ്ട്. MIL ഓക്കെ ആണ്. ഓഫ് ആയതിനു ശേഷം ഫ്യൂൽ പ്രൈമിങ് നടന്നു കഴിഞ്ഞു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ. വണ്ടി സ്റ്റാർട്ടായി. ഓക്കെ, ഫ്രണ്ട് ബ്രേക്കിന്റെ MC കിറ്റിന്റെ കംപ്ലൈൻസ് ഉണ്ട്. നോക്കട്ടെ. അപ്പം ഫ്യൂല് കുറച്ച് കുറവാണ്, എത്തുമെന്ന് അറിയില്ല. അപ്പൊ ഇത് കുറച്ചായിട്ട് പിന്നെ കുറച്ച് റെഫ്യൂസിലായിരുന്നു. കുറെ കസ്റ്റമറെ ഒരു ബന്ധു കൊണ്ടുവരുന്ന റെഫ്യൂസ് ആയിരുന്നു വണ്ടി. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ചെയിൻസ് പോക്കറ്റ് കാര്യങ്ങള്, ബാക്കിലെ വീൽ ബാരിങ്സ്, അതേമാതിരി അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുള്ള വണ്ടിയാണ്. വലിയ ഇതൊന്നുമില്ല കേട്ടോ. സാധാരണ ഒരു സർവീസ്, ഓയിൽ, ഫിൽറ്റർ കാര്യങ്ങളൊക്കെ. പിന്നെ ഈ വണ്ടി അപ്പൊ കൂടുതൽ ആളുകൾ ഇത് വെറുത്താണോ എന്ന് ചോദിക്കാറുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ E20 പെട്രോൾ എന്ന് പറഞ്ഞാൽ വലിയ പേടിക്കേണ്ട ഒരു വിഷയമൊന്നും അല്ല കേട്ടോ. നിങ്ങൾ വലിയ ഒരു ഹൈപ്പ് ചെയ്ത് E20 എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ട് പിന്തിരേണ്ട കാര്യമൊന്നുമല്ല. E20 എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പെട്രോളിൽ കത്തുന്ന ഒരു ഫയറാവുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് എത്തനോൾ എന്ന് പറഞ്ഞത്. അപ്പം അത് മിക്സ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതിന്റെ വിഷയം
ഒന്ന് വാട്ടർ അബ്സോർപ്ഷൻ കൂടുതലാണ്. വെള്ളം പെട്ടെന്ന് രണ്ടോടെ മിക്സ് ആയിട്ട് ഫ്യൂവലില് വെള്ളം ടാങ്കിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളം ഒന്ന് വർദ്ധിക്കാനുള്ള കാരണമാവും. മാത്രമല്ല കൂടുതൽ നേരം കുറെ കാലങ്ങൾ പാർക്ക് ചെയ്യുന്ന വണ്ടികളിലും ഈ ഫ്യൂവൽ വെച്ച് പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രശ്നമില്ല എന്നല്ല, അല്ലാതെ പേടിപ്പെടുത്താൻ നമ്മൾ പഴയ വണ്ടികൾ പ്രശ്നമാണോ എന്ന് ഭയപ്പെട്ട് മാറിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോ വണ്ടി ഓടിക്കോളൂ കേട്ടോ. അപ്പൊ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. നമ്മൾ പഴയമാതിരി ഒരു തീരെ ശ്രദ്ധിക്കാത്ത രീതിയിൽ കൊണ്ടെടുക്കരുത്. ഫ്യൂവൽ ടാങ്ക് ഒരു 6 മാസം, മിനിമം ഒരു 6 മാസം ഫ്യൂവൽ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഫ്യൂവൽ ഇഞ്ചക്ടർ ക്ലീൻ ചെയ്യാന്നുള്ള ഇപ്പം ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. അതിന്റെ പ്രോഡക്ട്സ് അടുത്ത വീഡിയോയിൽ ചെയ്ത് കാണിച്ചു തരാം. പെട്രോളൊക്കെ ആഡ് ചെയ്തിട്ട് അഡിറ്റീവ്സ് ആഡ് ചെയ്ത് ഇഞ്ചക്ടർ ക്ലീൻ ചെയ്ത് പോകുന്ന ഒരു പ്രോഡക്ട്സ് ഉണ്ട്. അതൊക്കെ ചെയ്യാം. മാസത്തിൽ ഒരിക്കലെങ്കിലും ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചതിന് ശേഷം സ്ഥിരമായിട്ട് ഓടുന്ന ആളുകളാണെങ്കിൽ ഇവിടെ അടിച്ചതിന് ശേഷം ഇഞ്ചക്ടർ ക്ലീനർ ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ യാതൊരു നിലവിൽ ഇപ്പോൾ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ആരും പേടിക്കുന്നു വേണ്ട. ഏതൊരു വിഷയം നമ്മൾ തുടക്കത്തിൽ വരുമ്പോൾ ആൾക്കാർ വല്ലാതെ ഭയപ്പെടുത്തുക എന്നുള്ള വിഷയമാണ്. നമ്മളെ വണ്ടി E20 2023 ശേഷം വരുന്ന വണ്ടികളും E20 പെട്രോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ടറും ഇഞ്ചക്ടറൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ നിലവിലൊരു വണ്ടിയും പ്രശ്നങ്ങളില്ല. അപ്പൊ ഞാനും വണ്ടി ഉപയോഗിക്കുന്ന ആൾ തന്നെയാണ്. അപ്പോൾ കംപ്രഷൻ രാഷ്ട്രീയത്തിലുള്ള ഹൈപ്പർ കംപ്രഷൻ രാഷ്ട്രീയ കൂടുതൽ വണ്ടികൾക്കുമാണെങ്കിൽ നമുക്ക് XP100 ഒക്കെ ഉപയോഗിച്ചിട്ട് ഓടാവുന്നതാണ് കേട്ടോ. 95 XP100 ഒക്കെ വെച്ച് ഓടാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. E20 കുറെ ആളുകൾ റീസ്റ്റോർ ചെയ്യുന്ന ആളുകൾ കമന്റ് ആയിട്ട് ഇടാറുണ്ട്. ഇപ്പൊ E20 ആയിട്ട് വരുന്ന സമയത്ത് ഈ വണ്ടിയൊക്കെ റീസ്റ്റോർ ചെയ്യുന്ന വെറുത്താണെന്ന്. അത് ഓരോരുത്തർ താല്പര്യമാണ്. അപ്പൊ നമ്മളൊരു വണ്ടി ഇമോഷണൽ ഒരു അറ്റാച്ച്മെന്റിലെ വണ്ടികൾ, പിന്നെ അതല്ല പുതിയ വണ്ടി എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രശ്നങ്ങൾ, ലോങ് ടൈം വരുന്ന സർവീസ് കോസ്റ്റ്, അതേമാതിരി പെട്ടെന്ന് പഴയ വണ്ടിന്റെ മാതിരി ഈസി ആയിട്ട് സർവീസ് ചെയ്തെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക, റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥകളൊക്കെയാണ് പുതിയ വണ്ടികൾക്ക് ഉണ്ടാവുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പം ആ ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ നല്ലൊരു വണ്ടി ഉണ്ടെങ്കിൽ അത് പുതിയ വണ്ടിക്ക് മുടക്കുന്ന എത്ര തന്നെ പൈസ മുടക്കാതെ നമുക്ക് റീസ്റ്റോർ ചെയ്ത് പുത്തൻ വണ്ടിയാക്കി ഇറക്കാമെന്നില്ല. പിന്നെ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, പുത്തൻ വണ്ടിയാക്കി ഇറക്കുമ്പോൾ എല്ലാം ക്വാളിറ്റിയിൽ ചെയ്യണം. എല്ലാ പൈസ അങ്ങ് പോകുന്നുള്ളൂ കേട്ടോ. എത്ര തന്നെ പൈസ മുടക്കി കഴിഞ്ഞാലും പെയിന്റിംഗ് ആണെങ്കിൽ കമ്പനി ക്വാളിറ്റിയുള്ള പെയിന്റിങ് ചെയ്യുക. കമ്പനി അത്ര തന്നെ ലാസ്റ്റ് ചെയ്യുന്നത്, അതിനേക്കാൾ ഒരു പടി മുകളിൽ ലാസ്റ്റ് ചെയ്യുന്ന പെയിന്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ ലാസ്റ്റ് ചെയ്യുന്ന പെയിന്റുകളും അതേമാതിരി ക്വാളിറ്റിയുള്ള വർക്കും എടുത്ത് ഞങ്ങൾ പുതിയ വണ്ടി ഷോറൂമിൽ എങ്ങനെയായിരുന്നു ഇറങ്ങിയിരുന്നത് അതേമാതിരി ലോങ് ടൈം ആ വണ്ടീന്റെ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരു സംശയമില്ല അതിൽ. പിന്നെ പഴയ വണ്ടി ഒരു പുത്തൻ രീതിയിൽ ഇറക്കാവുന്ന പ്രത്യേക നോട്ടീസബിൾ ആവുന്ന വിഷയമാണ്. റോഡിൽ ആ വണ്ടി കാണും പെട്ടെന്ന് ആളുകൾ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും. മാത്രമല്ല ഒരു സാറ്റിസ്ഫാക്ഷൻ പോലെ തന്നെയാണ്. പുത്തൻ വണ്ടിക്കൊന്നും അത് കിട്ടില്ല കേട്ടോ. അപ്പൊ ആ ഒരു വിഷയത്തിൽ നമുക്ക് ഇടാം. നമുക്ക് 500cc എന്നുള്ള വണ്ടി, അപ്പൊ ഞാൻ ഈ വെർത്താണോ ചോദിച്ചു. 500cc വണ്ടി സാധാരണഗതിയിൽ 27 bhp പവർ വരുന്ന 500cc വണ്ടിയാണത്, 500cc. അപ്പൊ 27 bhp പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ റോഡിൽ അത്യാവശ്യം വേണ്ട എല്ലാ പവറും ഈ വണ്ടിക്ക് ഉണ്ട്. ഒരു വണ്ടിക്ക് നമുക്ക് ശരാശരി ഇപ്പൊ റോഡിൽ വെച്ച് എത്രത്തോളം ഓവർടേക്കിങ്ങും അത്യാവശ്യം ഏതൊക്കെ സ്പീഡിൽ നമ്മൾ പോകും. എത്തിപ്പോ 1000cc വണ്ടി നമ്മൾ 60, 70, 80 വണ്ടി ഓടാനുള്ള റോഡില്ല. അപ്പൊ 200+ ഒക്കെ ഒരു പിടിക്കാൻ പറ്റിയ ഒരു വണ്ടി എന്ന് 500cc. ഇത് 100+ സ്ഥിരമായിട്ട് ഓടാൻ പറ്റിയ വണ്ടി ഒന്നല്ല യൂസ് ചെയ്യുന്ന 100cc. കാരണം മോഡേൺ എഞ്ചിനല്ല, ട്രഡീഷണൽ എഞ്ചിനാണ്. ആ ഒരു മിഡ് റേഞ്ചിൽ പിടിച്ചിങ്ങനെ പോകാൻ പറ്റിയൊരു വണ്ടിയാണ്. ആ സമയത്ത് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഓവർടേക്കിംഗ് നല്ല പവർഫുൾ ആയിട്ട് ഓവർടേക്ക് ചെയ്യാനും പറ്റും. ആ ഒരു സ്റ്റാൻഡേർഡിന്റെ തന്നെ ക്രാങ്ക് ആയതുകൊണ്ട് തന്നെ, ഹെവി ക്രാങ്ക് ആയതുകൊണ്ട് തന്നെ ടോർക്കും വണ്ടി നമുക്ക് കിട്ടും. മൊത്തത്തിൽ മിഡ് റേഞ്ച് ടോർക്കാണ് ഈ 500cc വണ്ടിക്ക് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത്. പിന്നെ ഈ എടുക്കുന്ന ആളുകൂടെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള പറയാം. ഈ വണ്ടിന്റെ മെയിൻ ഒരു വിഷയമാണ് ക്രാങ്ക് പെട്ടെന്ന് പോകുക എന്നുള്ളത്. കാരണം എന്തുകൊണ്ട് 500cc വണ്ടി ആയതുകൊണ്ട് ഹൈ സ്പീഡിൽ ഉപയോഗിക്കാൻ ടെൻഡൻസി കൂടുതലായിരിക്കും. മാത്രമല്ല വണ്ടി പുത്തൻ ഇറക്കി കഴിഞ്ഞാൽ, പവർ കൂടിയ വണ്ടി പുത്തൻ ഇറക്കി കഴിഞ്ഞാൽ ആരും ചെയ്യുന്ന പരിപാടി അതിന്റെ ടോപ്പ് സ്പീഡ് നോക്കുക, അതെല്ലാം ഒരു ഹൈവേ കിട്ടിയാൽ പിടിപ്പിച്ചങ്ങ് പോവുക. ആ ബ്രേക്കിംഗ് ടൈം കഴിയാതെ, ആ ബ്രേക്കിംഗ് പീരീഡ് 1000 കിലോമീറ്റർ കഴിഞ്ഞാൽ മാത്രം ചെയ്യേണ്ട വർക്കുകൾ നമ്മൾ 50 കിലോമീറ്റർ ചെയ്യും. അതാണ് ഈ വണ്ടിന്റെ എഞ്ചിൻ ഫെയിലായി പോകുന്നതും ക്രാങ്ക് പെട്ടെന്ന് വീക്ക് ആവുന്നതും. അപ്പം ഈ വണ്ടിക്ക് ഇപ്പൊ ഇത്രയും വർഷങ്ങളായിട്ടും കൂടി ഈ വണ്ടിക്ക് ക്രാങ്കിനൊന്നും ഒരു നോയ്സില്ല, ഒരു നോക്കിങ് കൂടി വണ്ടിക്കില്ലേ. വണ്ടിന്റെ ഏത് വണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിൽ നോക്കിയിട്ട്, അല്ല വണ്ടിന്റെ കോമണലി കംപ്ലൈന്റ് ഒന്നും പറയരുത്. അപ്പൊ എന്റെ അടുത്ത് വരുന്ന 500cc ഇതുവരെ ക്രാങ്കിന്റെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. വളരെ പുറത്തുനിന്നൊക്കെ വരുന്ന വണ്ടികൾ 500cc ക്രാങ്കിന്റെ വർക്കായിട്ട് വന്ന് വർക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടെന്നല്ലാതെ നമ്മൾ ഈ ലൊക്കാലിറ്റിയിൽ ഓടുന്ന വണ്ടികൾ 500cc ഒന്നും തന്നെ ക്രാങ്കിന്റെ പണി വന്നിട്ടില്ല കേട്ടോ. അതായത് സിംഗിൾ ഓണർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവർ ലെജൻഡായിട്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം സ്പീഡ് എടുക്കും. അല്ലാതെ ഫുൾ 100% ഓടാൻ തുടങ്ങി കഴിഞ്ഞാൽ ക്രാങ്ക് പോകും. ആ ക്രാങ്ക് പോകുന്ന ഒരു വിഷയം ഒരു വണ്ടിക്ക് ഉണ്ട്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം.
രണ്ടാമത് FI ആണ് വണ്ടികൾ തന്നെ പരമാവധി എടുക്കുക. FI വണ്ടികൾക്ക് പ്രത്യേക സ്മൂത്ത്നെസ് നേരത്തെ പറഞ്ഞതിന്റെ തുടക്കത്തിൽ FI വണ്ടിന്റെ സ്മൂത്ത്നെസ്സും റൈഡ് ക്വാളിറ്റിയും ഒരിക്കലും കാർബറേറ്റർ വണ്ടി കിട്ടില്ല കേട്ടോ. യാതൊരു സംശയം വേണ്ട. ആരും എന്ത് തന്നെ പറയാം, നിങ്ങൾക്ക് തന്നെ എക്സ്പീരിയൻസ്, ഉപയോഗിക്കുന്ന ആൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പൊ FI വണ്ടിന്റെ സ്മൂത്ത്നെസ് എന്നൊന്ന് വേറെ തന്നെയാണ് അതിന്റെ പെർഫോമൻസ്. കാർബറേറ്റർ വെച്ച് കഴിഞ്ഞാൽ വണ്ടി 350 പൾസറിന്റെ കാർബറേറ്റർ വെച്ചാൽ വണ്ടി ഓടും, ആ ഓടുന്നേ ഉള്ളൂ, അതൊരു ഓട്ടായിരിക്കും, അത് മനസ്സിലാക്കുക. അപ്പൊ എപ്പോഴും FI വണ്ടി എടുക്കുന്ന ആളുകൾ എന്തുകൊണ്ടും നമുക്ക് ഒരു 500cc ഹെവി ഓവർ 4-5 ലക്ഷം റുപ്യ മുടക്കാതെ ഒരു മോസ്റ്റ്ലി ഒരു പവർഫുൾ 27 bhp ഉള്ളെങ്കിലും കൂടി ആ ഒരു പവർ ഡെലിവറി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടിയിൽ. സ്പോർട്ടി വണ്ടിന്റെ ഒരു പെർഫോമൻസ് ഒന്നും ഇല്ലെങ്കിലും കൂടി അത്യാവശ്യം നമുക്ക് ഒരു ലെജൻഡ് റൈഡേഴ്സ് കൊണ്ട് എല്ലാ പവറും എല്ലാ ഒരു ടോർക്കും ഈ വണ്ടി നമുക്ക് കിട്ടുന്നുണ്ട്. അത് സ്മൂത്ത് ആയിട്ടുള്ള മൈലേജ് മാത്രം നോക്കണം, 25-30, അതായത് പ്രതീക്ഷിക്കുക ചിലപ്പോൾ 20 ആയിന്ന് വരും. പിന്നത്തിൽ 20-25 ശരാശരി മൈലേജ് കിട്ടുന്നതായിട്ട് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. അത്രയും നോക്കാം, അത്രയും പ്രതീക്ഷിക്കാവും കേട്ടോ. 25-30 മുകളിൽ കിട്ടുന്ന വണ്ടികളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അതങ്ങനെ ഉപയോഗിച്ചാൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് അതിനനുസരിച്ചുള്ള മൈലേജ് ശരാശരി 25-30 അതാണ് മൈലേജ് കിട്ടുക. ഞാൻ ഇതിൽ തന്നെ സ്റ്റാൻഡേർഡ് കാർബറേറ്റർ വണ്ടി വരുന്നുണ്ട്, സ്റ്റാൻഡേർഡ് FI വണ്ടി വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് FI വണ്ടി അടുത്ത റിവ്യൂല് ഞാൻ ചെയ്യാം. ഷോപ്പിൽ കുറെ കാലമായിട്ടൊന്ന് കിടക്കുന്നുണ്ട്. കാസർഗോഡ് നിന്ന് വന്ന വണ്ടി വന്ന ഒരു വണ്ടിയാണ്, അപ്പൊ അതിനോടൊന്നും തൊടാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പൊ അത് ഞാൻ പിന്നെ ചെയ്യാം. ഇതിപ്പോ നമ്മുടെ അടുത്തിപ്പോ സർവീസിന് വന്ന ഒരു വണ്ടിയാണ്, കുറച്ച് നമ്മൾ സ്ഥിരമായി സർവീസ് ചെയ്യുന്ന വണ്ടി. 500cc വണ്ടിയാണ്. ഇതിന്റെ മുന്നേ ചെയ്തിട്ടുണ്ട് വീഡിയോ, പിന്നെ മുന്നേ 500cc വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടും നമുക്കൊരു നല്ല വണ്ടിയാണെങ്കിൽ കുറഞ്ഞ വിലക്ക്, അത് വലിയ വില ഒന്നും കൊടുക്കാതെ കുറഞ്ഞ വിലക്ക് നമുക്ക് മൈലേജ് വല്ലാതൊരു വിഷയമൊന്നുമില്ല. അത്യാവശ്യം ഒരു മൈലേജ് 25-30 മൈലേജ്, 60 മൈലേജ്. അപ്പൊ ആ ഒരു മൈലേജ് നമുക്ക് മതി എന്നുള്ളത്. ഡെയിലി ചെറിയ ഓട്ടം മാത്രമേ ഉള്ളൂ. ചെറിയ ഓട്ടം എന്ന് പറഞ്ഞാൽ ഹൈവേ നമ്മളടുത്ത് സ്ഥിരമായിട്ട് ലോങ് റൈഡ് പോകുന്ന ഒരു കസ്റ്റമർ ഉണ്ട് കേട്ടോ, വരുന്ന സ്ഥിരം ലോങ് റൈഡാണ്. അപ്പോൾ 500cc തന്നെ, ഒരു BS4 വണ്ടിയാണ്. അപ്പൊ ആ പ്രോപ്പർ സർവീസ്, എന്ത് പ്രശ്നങ്ങൾ എന്ത് ഇഷ്യൂസിന്റെ കൊണ്ടും സർവീസ് കൊണ്ടുപോകും. അതുകൊണ്ട് ആ വണ്ടിക്കൊന്നും ഒരു വിഷയമില്ല. എപ്പോഴും ഓടിക്കാനുള്ള ഒരു ടോർക്കിന് പ്രത്യേക ഒരു അനുഭൂതിയാണ് 500cc വണ്ടി ഓടിക്കാൻ. ഉള്ളത് 500cc വണ്ടി ഓടിച്ച് ഒരു കാരണവശാലും 350ലേക്ക് പോവില്ല. പക്ഷെ മൈലേജ് കൺസിഡർ ചെയ്യുക. പിന്നെ ആ ഒരു പ്രശ്നം, രണ്ടാളുകൾക്ക് സിലിണ്ടർ കിറ്റിന് കുറച്ച് വില കൂടുതലാണ്. അതേമാതിരി ത്രോട്ടിൽ ബോഡി, ECM, ഫ്യൂൽ പമ്പ്. അപ്പൊ ഈ നിങ്ങളൊരു വണ്ടിയിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം നോക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ടാങ്ക് പെട്രോൾ അടിച്ച് ഒരു 300 റുപ്യ, ഒരു 400 റുപ്യ, 200 റുപ്യ, 300 റുപ്യ പെട്രോൾ അടിച്ചാൽ പെട്രോൾ അങ്ങ് മറന്നേക്കാം. അതിന് അതിന്റെ മുകളിൽ പെട്രോൾ അടിച്ചിട്ട് ഫ്യൂൽ പമ്പിന് കറക്റ്റ് കൂളിംഗ് കൊടുത്തിട്ട് വണ്ടി ഓടിക്കാൻ നോക്കുക. നിങ്ങൾ വണ്ടി നല്ല വണ്ടിയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഒരു 300 രൂപ പെട്രോൾ അങ്ങ് അടിക്കുക. എന്നിട്ട് ആ പെട്രോൾ ഇല്ലാന്ന് വിചാരിക്കുക, അതിന്റെ മുകളിൽ പെട്രോൾ അടിച്ചിട്ട് മാത്രം ഓടുക. എന്നിട്ട് റിസർവ് ലൈറ്റ് ഒക്കെ ഉണ്ട്, റിസർവ് ലൈറ്റ് ഓടാതെ വെക്കുക. ഫ്യൂൽ പമ്പിന്റെ കൂളിംഗ് എന്ന് പറഞ്ഞ പെട്രോളാണ്. ആ പെട്രോൾ വേണ്ടത്ര എല്ലാ സമയത്ത് മോട്ടോർ സ്ട്രെയിൻ ചെയ്ത് വർക്ക് ചെയ്യും. മോട്ടോർ ഓവർ ഹീറ്റ് ആയിട്ടാണ് മോട്ടോർ വീക്ക് ആയിക്കൊണ്ട് പ്രഷർ കുറയും. ആ പ്രഷർ കുറയുന്ന സമയത്താണ് വണ്ടിക്ക് മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ വരിക. തുടക്കത്തിൽ അതാണ് വരിക. എന്നാലും ഫ്യൂൽ പമ്പ് പോയി കഴിഞ്ഞാൽ നല്ല വില വരുമെന്ന അടിസ്ഥാനത്തിൽ കാർബറേറ്ററിൽ ഒരിക്കലും മാറ്റാതൊക്കെ ഫ്യൂൽ പമ്പ്, ആഫ്റ്റർ മാർക്കറ്റ് ഫ്യൂൽ പമ്പ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി നല്ലോണം ഓടുന്നുണ്ട്. അപ്പൊ ഈ വണ്ടിയിലൊക്കെ ഉള്ള ആഫ്റ്റർ മാർക്കറ്റ് ഫ്യൂൽ പമ്പാണ് വർഷങ്ങളായിട്ട് ഓടുന്നുണ്ട്. അപ്പൊ ഫ്യൂൽ പമ്പ് മോട്ടർ കിട്ടും, നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. വലിയ വില ഒന്നും വരില്ല. 2000 റുപ്യ, 2000 സംതിങ് മാത്രമേ ആ ഫ്യൂൽ പമ്പിന്റെ മോട്ടർ വരുന്നുള്ളൂ. അതിന്റെ ഓറിങ്സ്, 2 ഓറിങ്സ് വരുന്നുണ്ട്. ഓറിങ്സ് പൊട്ടാൻ നോക്കണം. ആ ഓറിങ്സ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ഓറിങ്സ് ഇട്ടിട്ട് കറക്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി അങ്ങ് ഓടിക്കോളും. പിന്നെ ഫ്യൂൽ പമ്പിന്റെ ഇഞ്ചക്ടർ വല്ലാതെ കംപ്ലൈന്റ് വരുന്നില്ല. ഇഞ്ചക്ടർ ക്ലോഗ് ആകുന്ന വിഷയം ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. വളരെ റെയറാണ് ഇഞ്ചക്ടർ കംപ്ലൈന്റ് ആവല്. അതെല്ലാ കാര്യങ്ങളും നമുക്ക് പിന്നെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, വളരെ റെയറാണ്. അപ്പം ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഫ്യൂൽ ടാങ്കൊക്കെ കറക്റ്റ് 6 മാസം കൂടുമ്പോൾ അതിലെ വെള്ളമോ കാര്യങ്ങളോ എന്തോ കരടോ എന്തെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്ത് ഒഴിവാക്കുക. ഒന്ന് വൃത്തിയിൽ ക്ലീൻ ചെയ്ത് നിങ്ങൾ കൊണ്ടുനടക്കുന്ന ആള് ആണ് എങ്കിൽ യാതൊരു മടിയും കാണിക്കണ്ട. പിന്നെ നിങ്ങൾ 500cc പോകാവുന്ന ധൈര്യമായിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ ഇതിന്റെ പാർട്സ് കാര്യങ്ങൾ നിങ്ങൾ നിയറസ്റ്റ് ആയിട്ട് എടുക്കുന്ന സമയത്ത് സർവീസ് ചെയ്യുന്ന മെക്കാനിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നെങ്കിൽ യാതൊരു ടെൻഷനുകളാണ് ആവശ്യമില്ല. പിന്നെ ഇതിൽ കംപ്ലൈന്റ് ആവുമെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ആ ഒരു സമയത്ത് റോയൽ എൻഫീൽഡിലൊക്കെ കൊടുത്തേക്കുന്ന 500cc കൊടുക്കുന്ന സാധനം. ഇപ്പൊ ഇറങ്ങിയതിനേക്കാളും ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് തന്നിട്ട് ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ ത്രോട്ടിൽ ബോഡി എന്ന് പറഞ്ഞ സംഗതി ഒന്ന് കംപ്ലൈന്റ്, എല്ലാ സംഗതികളും അറിയില്ലായ്മയാണല്ലോ ചില സംഗതി നശിപ്പിക്കുന്നത് എന്നുള്ള മനസ്സിലാക്കുക. ഒരുപാട് ആളുകൾ പഠിച്ചിട്ടുള്ളതും അതല്ലെങ്കിൽ ആ ത്രോട്ടിൽ ബോഡി അയച്ച് നാശാക്കിയിട്ടുള്ളതും ഒരുപാട് ത്രോട്ടിൽ ബോഡിയൊക്കെ ഉണ്ട്. കാരണം സമയത്ത് ഇപ്പൊ ഒരുപാട് ആളുകൾ എക്സ്പീരിയൻസ് എല്ലാ വണ്ടികളും FI വന്നതിന് ശേഷം ഒരുപാട് മെക്കാനിക്സ് അതിനെ കുറിച്ച് ഏകദേശം ഒരു ബേസിക് ധാരണ കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇപ്പൊ ആ ഒരു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരുവിധ ആളുകൾക്ക് വർക്ക് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പഴയ കാലത്ത് നശിപ്പിച്ച വണ്ടികളാണ് ഇപ്പൊ മിക്കവാറും പിന്നെ കാർബറേറ്ററിൽ ഓടുന്നത്. അപ്പം എനിക്ക് പറയാനുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നോട് ചോദിക്കുന്നത് 500cc പറഞ്ഞ വണ്ടി ചെറിയ വിലക്ക് നിങ്ങളൊരു പവർഫുൾ വണ്ടിയാണ് റോയൽ എൻഫീൽഡ് വരുന്ന E500 EFI ഇടാം. ഫസ്റ്റ് ആയിട്ട് EFI ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം നമ്മൾ റോയൽ എൻഫീൽഡ് ആണ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളതും ഈ ഒരു 500cc
പിന്നെ ആരെങ്കിലും 500cc എന്ന വണ്ടി എടുത്തിട്ട് പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അതിന്റെ സൊല്യൂഷനും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഭയപ്പെട്ടിട്ട് നിങ്ങൾ ഒരു കാരണവശാൽ കാർബറേറ്റേക്ക് 10, 15, 20 റുപ്യ എടുത്തിട്ട് കാരണവശാൽ കാർബറേറ്റേക്കിലാക്കണ്ട. അത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് സോൾവ് ചെയ്യാവുന്നുള്ളൂ. വിത്തൗട്ട് ECMന്റെ കാര്യങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. ECM കഴിച്ചിട്ട് ഒരുപാട് ആളുകൾ കംപ്ലൈന്റ് ആക്കിയിട്ടില്ല. എന്റെ നേരിട്ട് വിളിച്ച് പറഞ്ഞു എന്റെ മെക്കാനിക്സിന്റെ അശ്രദ്ധ കൊണ്ട് ECM അടിച്ച് പോയിട്ട് 10, 9, 10 ഒക്കെ മുടക്കിയിട്ട് ECM വെക്കേണ്ട ആളുകൾ വന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇതിലൊക്കെ വർക്ക് എടുക്കുന്ന ആൾ ഈ വണ്ടി നമ്മൾ വാങ്ങിച്ചിട്ട് വർഷമൊക്കെ കൊടുക്കുമ്പോൾ EFIന്റെ വർക്ക് എടുക്കുന്ന ആളുകൾക്ക് മാത്രം കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം ചെറിയ വിലക്ക് വണ്ടി കിട്ടുമെങ്കിലും പിന്നെ പാർട്സിന് ECM ഒക്കെ അത്യാവശ്യം കോസ്റ്റുള്ള ഒരു ബ്രാൻഡഡ് ECM ആയതുകൊണ്ട് തന്നെ, അതേമാതിരി ടോട്ടൽ ബോഡിയും ബ്രാൻഡഡ് തന്നെയാണ്. അവർ ബ്രാൻഡഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു സാധനത്തിന് പ്രൊഡക്റ്റിന് കുറച്ച് കോസ്റ്റും ഉണ്ട് കേട്ടോ. ഓക്കെ, അതൊക്കെ മനസ്സിലാക്കുക. ഇപ്പോഴാണ് കുറെ ചൈനീസ് പ്രോഡക്റ്റുകൾ മറ്റേ സാധനം ലോ കോസ്റ്റ് പിന്നെ ഇതൊക്കെ ECM ഒക്കെ നമ്മൾ സ്റ്റാൻഡേർഡിലൊക്കെ വരുന്നത്. കുറച്ച് അൺബ്രാൻഡഡ് എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് പെട്ടെന്ന് അടിച്ചോണം. ECM നമ്മളെ അശ്രദ്ധ കൊണ്ടല്ല ECM അടിച്ചു പോവില്ല. അപ്പൊ 500cc എന്ന വണ്ടി എടുക്കുന്ന ആളുകൾക്കുള്ള ഒരു വീഡിയോ ആണ് ചെയ്തേക്കുന്നത്. ധൈര്യമായിട്ട് എടുക്കാൻ, നല്ല വണ്ടിയാണോ ഒന്ന് ക്രാങ്കിന്റെ നോക്കിംഗ് സൗണ്ട് നല്ലോണം നോക്കുക, ആക്സിഡന്റ് വണ്ടി ഹിസ്റ്ററി നോക്കുക, മിസ്സിംഗ് ഉണ്ടോ നോക്കുക. ഈ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ EFI വണ്ടികൾ എടുത്തോളൂ, ഉപയോഗിച്ചോളൂ. ആകെ ശ്രദ്ധിക്കേണ്ടത് ഒരു ഹാഫ് ടാങ്ക് പെട്രോൾ മാത്രം ഓടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ. അടുത്തൊരു വീഡിയോ കൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.